ഈ സാൾട്ട് മൈനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ലിയോസ് ഉണ്ട്. ലിയോസിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കെല്ലാം ഒഴിച്ചുകൂടാനാകാത്ത ഒരു സംഗതിയാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഈ ഉപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ സ്കൂളുകളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. ഏതൊരു കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ അവൻ പറയും, കടൽ വെള്ളം ഒരു പാടം പോലെയുള്ള പ്രദേശത്ത് കെട്ടി നിർത്തി ആ കടൽ വെള്ളത്തെ ഇവാപ്പറേഷന് വിധേയമാക്കി അവസാനം വെള്ളം വറ്റിക്കഴിയുമ്പോൾ അവിടെ നിന്നും എടുക്കുന്ന ഉപ്പാണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് എന്ന്. എന്നാൽ അങ്ങനെ മാത്രമാണോ ഉപ്പ് നിർമ്മിക്കുന്നത്? അതല്ല എന്നുള്ളതാണ് വസ്തുത. ഈ കാണുന്ന സോൾട്ട് മൈൻ, ഇത് ഏതാണ്ട് 200 മീറ്ററോളം താഴ്ചയിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു മൈനാണ്. ഈ മൈൻ 90കളുടെ അവസാനം വരെ പ്രവർത്തിച്ചിരുന്നു. ഇവിടെ കിട്ടുന്ന സോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കടൽ വെള്ളത്തിൽ നിന്നും ശുദ്ധീകരിച്ചെടുക്കുന്ന സോൾട്ടിന് പോലെയല്ല. ഇത് റോക്ക് സോൾട്ട് എന്ന നിലയിൽ അറിയപ്പെടുന്നു. ഇതിന് ചില മിനറൽ കണ്ടൻസ് കൂടുതലുണ്ട്. ഇത് ഏതാണ്ടൊരു ചെറിയ ചുവന്ന കളറ് ഈ സോൾട്ടിനുണ്ട്. ഇത് വ്യാപകമായി യൂറോപ്പിലെല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ വെളുത്ത കളറിലുള്ള സോൾട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ പ്രചാരത്തിലുള്ള ഒരു സോൾട്ടാണ്. ഇന്നും ഈ മൈൻ പ്രവർത്തിക്കുന്നില്ല എങ്കിലും പല സ്ഥലങ്ങളിലും ഈ റോക്ക് സോൾട്ട് ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കടകളിലെല്ലാം ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇന്ന് ഈ സോൾട്ട് മൈൻ ഈ ക്രാക്കോവിലുള്ള ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. ഈ മൈൻ ഇന്നൊരു മ്യൂസിയം പോലെ പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ഇന്ന് സോൾട്ട് കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരുപാട് ശില്പങ്ങളും മറ്റ് ചാപ്പലുകളും അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ഏതാണ്ട് 200 മീറ്ററോളം ഈ ഭൂമിയുടെ അടിയിലേക്കാണ് ഈ മ്യൂസിയം പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലിയോസ് പറഞ്ഞ വിവരണം നിങ്ങൾ കേട്ട് കാണും. അതാണ് ഇതുപോലെ നന്നായിട്ട് അതിനെപ്പറ്റി പുള്ളി പഠിച്ചതാണ്. പുള്ളിയാണ് ഞങ്ങളുടെ ടീം ലീഡർ, അതുകൊണ്ട് പുള്ളിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി അറിയാം. ഇവിടെ ടിക്കറ്റിൻ്റെ പ്രൈസുകളുണ്ട്. ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഭാഷയിലുള്ളൂ. ബാക്കിയുള്ളത് ഇവിടെയുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെയുണ്ട് നോർമൽ ടിക്കറ്റ്. 2 ടൈപ്പ് ഏതാണ്ടുണ്ട് ട്രിപ്പുകൾ. 2 ടൈപ്പ് പ്രൈസസ് കാണിക്കുന്നു. ഓക്കെ, 2 ടൈപ്പ് ടിക്കറ്റ് കാണിക്കുന്നതല്ല. വിസിറ്റിംഗ് ടൂറിസ്റ്റ് റൂട്ട് ഇൻ പോളിഷ് ലാംഗ്വേജിലുള്ളതിൻ്റെ പ്രൈസാണ് കാണിക്കുന്നത്. 2 അഡൽറ്റ്. ആദ്യം കാണിക്കുന്ന നോർമൽ ടിക്കറ്റ് 8700 സ്ലോട്ടിയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ഡിസ്കൗണ്ട് ടിക്കറ്റ് സ്റ്റുഡൻറ്റ് ആൻഡ് സീനിയേഴ്സിന് 7700 സ്ലോട്ടി. അടുത്തത് ഡിസ്കൗണ്ട് ടിക്കറ്റ് ചിൽഡ്രൻ ആൻഡ് യൂത്ത്, അവർക്ക് 6900 സ്ലോട്ടി. പിന്നെയുള്ള ഫാമിലി ടിക്കറ്റാണ്. അത് 2 അഡൽറ്റും 2 ചിൽഡ്രനും 16 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക്. അത് 24300 സ്ലോട്ടി. പിന്നെ ഇപ്പറേ ഉള്ളത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോറിൻ ലാംഗ്വേജിൽ ഇതുള്ളതാണ്. ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിന് വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. റിക്വസ്റ്റ് ചെയ്യണ അനുസരിച്ചായിരിക്കും. ഇംഗ്ലീഷ് മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പോയ സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോർമൽ ടിക്കറ്റ് കാണിക്കുന്നത് 11,900 സ്ലോട്ടിയാണ്. ഡിസ്കൗണ്ട് ടിക്കറ്റ് കാണിക്കുന്നത്, അതായത് സ്റ്റുഡൻസിനും സീനിയേഴ്സിനും കാണിക്കുന്നത് 10,900. പിന്നെയുള്ളത് ചിൽഡ്രൻ ആൻഡ് യൂത്തിന് കാണിക്കുന്നത് 9,900 സ്ലോട്ടി. സെയിം ഫാമിലി ടിക്കറ്റ് 2 അഡൽറ്റും 2 ചിൽഡ്രനും കൂടി കാണിക്കുന്നത് 33,700 സ്ലോട്ടി. ഈ സ്ലോട്ടിയുടെ കൺവേർഷൻ റേറ്റൊക്കെ നമ്മൾ നോക്കണം എത്രയാണ്. നമ്മുടെ ഇന്ത്യൻ രൂപയിലോ പൗണ്ടിലോ ഒക്കെ ആണെങ്കിൽ എത്ര വരുമെന്ന്. ഓക്കെ, നമ്മളങ്ങനെ ഗൈഡഡ് ടൂറാണ് എടുത്തത്. നെക്സ്റ്റ് സ്ലോട്ട് 11 മണിക്കാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് 10:15 ആയുള്ളൂ. 3/4 മണിക്കൂറുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് സോൾട്ടുകളുണ്ട്. ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. പല കളറിലുണ്ട്. ആ കളറുകൾ അനുസരിച്ച് എന്ത് മിനറൽസാണ് ഇതിൽ അടങ്ങിയതെന്നനുസരിച്ചിരിക്കും. അതായത് ഒരു പിങ്ക് കളറുണ്ട്, ബ്ലൂ കളറുണ്ട്, യെല്ലോ ഉണ്ട്, പച്ച കളറുണ്ട്. ഈ കാണുന്ന പോലെ പല പല കളറുകളുണ്ട്. കളറുകളൊക്കെ ഓരോരോ ആവശ്യങ്ങൾക്കാണ്. ഇതിൻ്റെ അകത്ത് പല പല ഫ്ലേവറുകളും ചേർത്തിട്ടുമുണ്ട്.
ഇവിടെ ഒരു പ്യുവർ വൈറ്റ് സ്റ്റോൺ കാണുന്നു. ഇവിടെ ഫുള്ളി മൈനിലുണ്ടാക്കുന്നതാണ്. അത് അവിടെ മുകളിൽ നല്ല വലിയ കല്ലിരിക്കുന്നുണ്ട്. ഇവിടെ സോൾട്ട് ഇതെല്ലാം അതിൻ്റെ ഐറ്റംസാണ്. അപ്പോൾ സോൾട്ട് മൈനിൽ കയറാനുള്ള ടിക്കറ്റ് നമ്മളെടുത്തു. ടിക്കറ്റാണിത്. ഇവിടെ ഗേറ്റിൻ്റെ ഇവിടെ കൊടുക്കണം. ഇവിടെ ഡേറ്റും ഉണ്ട്, ടൈമും ഉണ്ട്. വിസിറ്റിംഗ് ടൈം 11 മണിയാണ് നമ്മുടെ സമയം. അതുകൊണ്ട് നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ക്യൂവിൽ. ഇത് ഗൈഡഡ് ടൂറാണ്, തന്നെ പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ സാൾട്ട് മൈൻ്റെ താഴത്തോട്ടുള്ള ഇറക്കം തുടങ്ങിയിരിക്കുകയാണ്. 385 സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. 385 സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് ചെല്ലുന്നത്. പക്ഷേ ടോട്ടൽ ഇതിൽ ഇറങ്ങി വരുമ്പോൾ ഏതാണ്ട് തിരിച്ച് കയറി പോകണമെങ്കിൽ ഏകദേശം 800 സ്റ്റെപ്പോളം ഉണ്ട്. പക്ഷെ തിരിച്ച് കയറി വരാൻ ലിഫ്റ്റ് ഉണ്ട് നമുക്ക്. ഓക്കെ, നമ്മളിതിങ്ങനെ കറങ്ങി താഴത്തോട്ട് ഇറങ്ങുവാണ്. അതുപോലെ നമുക്കിത് ഇവിടുന്ന് താഴത്തോട്ട് നോക്കിയാൽ ഏറ്റവും താഴെയുള്ളത് ഇത് കാണാം. ഈ താഴത്തോട്ട് കാണുമ്പോൾ ചെറിയൊരു കുഴൽക്കിണർ പോലെ ആ താഴത്തോട്ട് അങ്ങ് കാണുന്നതാണ്. ഇത് മൊത്തം നമ്മൾ ഇറങ്ങേണ്ടതാണ് താഴത്തോട്ട്. ഇപ്പം നമ്മളാ കണ്ട ഇത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങി ഒരാൾക്ക് 25 പൗണ്ടാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീ. അത് വർത്താണെന്ന് നമുക്ക് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. അത്ര മനോഹരമായിട്ടാണ് ഈ സ്റ്റെയറും എല്ലാം അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ലിയോസ് നമ്മളിങ്ങനെ സഹായിക്കുന്നുണ്ട്. കാരണം ലിയോസാണ് ഈ ട്രിപ്പിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ലിയോസിന് കൂടുതൽ കാര്യങ്ങളെപ്പറ്റി അറിയാം. ഇത്ര നേരം ഇറങ്ങിയിട്ടും പകുതി വഴിയായുള്ളൂ. ഇനിയും താഴത്തോട്ടുള്ള ഇത് കണ്ടാൽ അറിയാം. ആൾക്കാരുടെ കൈകളാണ് കാണുന്നത്. ഓക്കെ, ഇത് 3 ലെവലായിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ലെവലാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ആദ്യത്തെ ലെവലാണ് 385 സ്റ്റെപ്പ്. 2-3 ലെവൽ സ്റ്റെപ്പുകളും കൂടെ കൂടി 800 സ്റ്റെപ്പ് വേറെ ഉണ്ട്. സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെവലിൽ കഴിയുമ്പോൾ 800 സ്റ്റെപ്പ് ഉണ്ടെങ്കിലും തിരിച്ചു കയറുവാൻ അവർ എലിവേറ്റർ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് അവരോട് നന്ദി പറയാം. 35 മീറ്റർ താഴെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഗൈഡ് നമ്മളോട് പറഞ്ഞത് നിയർലി 200 മീറ്റർ താഴെ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പം നേരത്തെ വല്ല മെഷർമെൻ്റ് ആയിരിക്കും 135 മീറ്റർ എന്നുള്ളത്. അത് കഴിഞ്ഞ് കൂടുതൽ ഡിഗ് ചെയ്ത് നടന്നായിരിക്കും. ഇനിയും എത്തിയിട്ടില്ല കേട്ടോ. ഇനിയും താഴത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ അഗാധമായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇത് വ്യൂവിൽ കാണാമെന്നറിയില്ല, പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഭീകരത മനസ്സിലാവും. അങ്ങനെ ഒരു 10 മിനിറ്റായി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ടും ആദ്യത്തെ നില എത്തിയിട്ടില്ല, മീൻസ് ആദ്യത്തെ സ്റ്റേജ്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തി. ഫസ്റ്റ് സ്റ്റേജിലെത്തി. 64 മീറ്റർ താഴെ ഇറങ്ങി നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം 385 സ്റ്റെപ്പ് നമ്മൾ ഇത് ചെയ്തു. ഇവിടെ ഈ ബോഡി കാണുന്നത് പോലെ 64 മീറ്റർ എത്തി. ഇവിടുത്തെ ബോർഡിൽ കാണാം. അല്ല, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു എത്ര മീറ്റർ താഴെ എത്തി എന്നുള്ളത്. 64 മീറ്റർ താഴെ എത്തി, ലെവൽ 1. ഇവിടുത്തെ റൂഫ് കാണുമ്പോൾ അറിയാം, പാറയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ ലെവൽ 2 നമ്മുടെ യാത്രയാണ്. ലെവൽ 1 കാഴ്ചകളും കണ്ട്. ഇത് പണ്ട് മൈനിങ്ങിന് ഉപയോഗിക്കുന്ന മിഡ് 17th സെഞ്ചുറിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. And the Danielowicz shaft reaches the depth of 260 meters below the ground.
And what's important, the main shafts link different levels of the mine and they have connection with the surface. However, there were over 180 inner smaller shafts and they link different levels of the mine. However, they don't have connection with the surface. And here in front of you, the hole with the ladder is an example of inner shaft. Nowadays, it links first level, the third level, and is a part of ventilation system. Until the 19th century, the major product of this salt mine, salt product, was such big block of salt, and miners called them salt loops or snowmen because large rectangular blocks of salt were separated from the walls with hammers and wedges and next fashioned as a barrel-shaped rods, which made it easier to roll them by wooden poles from one place to another. In 17th century, such block of salt could weigh from 1,000 to 2,000 kilos even, and imagine that in the Middle Ages, salt was so valuable that one could buy entire village with only one block of salt. ഈ മൈനിൽ നമുക്ക് തന്നെ പോകാൻ പറ്റത്തില്ല. ഇതുപോലെ എപ്പോഴും ഒരു ഗൈഡ് ഉണ്ടായിരിക്കണം. അതുപോലെ അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ പോകാവുള്ളൂ. ഈ കാണുന്ന പോലെ ഭിത്തി മൊത്തം തടികൾ വെച്ച് മറച്ചിരിക്കുകയാണ്. കാരണം ചെറിയ പീസുകളൊന്നും അടന്നു വീഴാത്ത രീതിക്ക് നമ്മൾ നടക്കുന്ന ഏരിയ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഈ പാറയിലെല്ലാം തൊടുന്നിടത്തും പിടിക്കുന്നിടത്തും എല്ലാം ഉപ്പാണ്. ഉപ്പിൻ്റെ അംശം കൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഈ തടികൾ ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെ ഒരു കേടും കൂടാതെ ഇരിക്കുന്നുണ്ട്. 1645 to 1685. ഈ കാണുന്ന തടികളെല്ലാം അടുക്കി വച്ചിരിക്കുന്നത് ഈ മേളിൽ നിന്നുള്ള റൂഫിനെ, അതായത് റോക്കിൻ്റെ, അതായത് സോൾട്ടിൻ്റെ പാറയാണ് ഈ കാണുന്നത്. അതൊന്നും അടർന്നു വീഴാണ്ടിരിക്കാനാണ് ഈ തടികൾ വെച്ച് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇരുമ്പോ ഇതൊന്നും വെച്ച് സപ്പോർട്ട് ചെയ്യാത്തതിന് കാരണം അതെല്ലാം സാൾട്ടായതുകൊണ്ട് തുരുമ്പ് പിടിക്കും. അതേസമയം തടികൾ വെച്ച് സപ്പോർട്ട് ചെയ്താൽ ഈ തടികളിലോട്ട് ഉപ്പിറങ്ങുകയും തടി ഇതിനേക്കാളും ഇപ്പോൾ ഉള്ളതിനേക്കാളും സ്ട്രോങ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സോൾട്ടിൻ്റെ മൈൻ കണ്ടുപിടിച്ച ഏകദേശം 13ാം നൂറ്റാണ്ടോടു കൂടിയാണ്. But the salt manufacturing in this area began around 6,000 years ago in the Middle Neolithic period. So 6,000 years ago, here in Wieliczka, people on the surface, they didn't know that below them, that underground, there is a rock salt. However, they had on the surface many salty lakes, and they produced salt at first only in evaporation way. The main development of the salt production took place in the Middle Ages. The early medieval resources describe Wieliczka by the Latin name as a magnum salt, which means great salt, because in those days it was the largest salt works enterprise in this area. Let's go. ഈ ഗൈഡ് പറയുന്നതനുസരിച്ച് മനുഷ്യൻ സോൾട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 6000 വർഷമായുള്ളൂ. അത് സോൾട്ട് ലേക്കിൽ നിന്ന് ഇവാപ്രേഷൻ മെത്തേഡ് വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, സോൾട്ട് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ റോക്കിൽ നിന്നുള്ള സാൾട്ട് ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞത് മിഡിൽ ഏജസിലാണ്. അങ്ങനെയാണ് ഈ റോക്ക് സാൾട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഏകദേശം മിഡിൽ ഏജസോട് കൂടിയാണ്. In the past, salt was lifted up by means of manual winches. This one is called hand-operated cross. It was operated by 4 workers, and this machine was used to lift light loads only. And on the left side, you can see wooden board with white crosses. In the past, such boards were used to count amount of load carried during one shift. One day was divided into 3 shifts, each for 8 hours. Nowadays, we use such boards only to count missing tourists. ഇപ്പോൾ ഈ ഗൈഡ് നമ്മളോട് പറഞ്ഞത് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്ന മൈനുണ്ടെന്നാണ് പറഞ്ഞത്, സോൾട്ട് മൈനുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ ആ ഏരിയയിൽ കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമുക്ക് ഈ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള മാത്രം ഏരിയയിലൂടെയാണ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ടായതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ഈ വീഡിയോസൊന്നും അത്ര ക്ലിയർ ആവുന്നില്ല. നല്ല ഇരുട്ടാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ വെട്ടമുള്ളൂ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഏരിയ 1473 തുടങ്ങി 1973 വരെ മൈനിങ് ചെയ്തുകൊണ്ടിരുന്ന ഏരിയയാണ്. ഇതിപ്പോൾ ഈ ഏരിയ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നു.
അത് കഴിഞ്ഞ് തടികൾ വെച്ച് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വലിയൊരു ഹാള് പോലെ ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞ് പിന്നെയും തുരങ്കം. അങ്ങനെയാണ് ഇതിൽ നമ്മൾ കാണുന്ന ഈ റോക്കുകളും ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്തൂപങ്ങളും എല്ലാം റോക്ക് സാൾട്ടിൽ ഉണ്ടാക്കിയതാണ്. അതായത് നമ്മളവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒക്കെ സോൾട്ടിൽ പിടിക്കും പോലെയാണ്. അത് നമ്മുടെ കൈ രുചിച്ച് നോക്കിയാൽ നമുക്ക് സോൾട്ടാണ്. അതുപോലെ തന്നെ ഇത് ഖനനം ചെയ്താണ് നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും ആദ്യം കണ്ട കടയിൽ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഐറ്റംസ്. അതും ഇവിടെ നിന്നെല്ലാം പൊട്ടിച്ചെടുക്കുന്നതാണ് കണ്ടത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം, ഈ സ്റ്റെപ്സ്, ഇതെല്ലാം സോൾട്ടിൻ്റെ റോക്കാണ്. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നടക്കാവുന്ന രീതിയിൽ ഹൈറ്റ് ഒപ്പിച്ച് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വെട്ടമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെട്ടമില്ല. നമ്മൾ തുരങ്കത്തേക്കൂടെ പോകുമ്പോൾ മിക്ക സ്ഥലത്തും ഇല്ല. അത് ഈ റൂഫിൽ കാണുന്നത് കണ്ടോ, സാൾട്ട് ഊറി വന്നിരിക്കുന്നതാണ്. അതാണ് ആ വെളുത്ത് കാണുന്നത്. ഈ ജലാംശം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുപോലെ ഊറി വന്നിരിക്കും. അല്ലാത്തതെല്ലാം ബ്ലാക്ക് പാറ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ ജലാംശം ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഭാഗം മാത്രം വൈറ്റായിട്ട് കാണുന്നത്. You can also go there for a whole night, and we call this service as a health sleep, 135 meters below the ground. So now you know, take a deep breath. It makes you feel healthier. I hope so. And you are going to listen to one of the most beautiful legends here in this salt mine. This is the legend about the Hungarian princess Kinga and about her engagement ring. When a Polish prince called Bolesław proposed to Hungarian Princess Kinga, her father, King Bela, insisted on a traditional dowry. But Kinga came up with another idea. She knew that no rock salt was mined in Poland and decided to ask her father for a group of salt miners. She wished to find salt in Poland with their help. Without a second thought, the king presented to Kinga an entire salt mine in Hungary. The princess visited the mine on her way to Krakow. She came near the mine shaft and, surprisingly, threw her engagement ring into it. When she arrived to her new country, she requested the miners to look for salt. The result came soon. The miners discovered salt deposits near Krakow that gave Poland centuries-long prosperity. They say that Kinga's engagement ring was found in the first salt lump extracted. It was a legend. However, Princess Kinga was a real historical figure. She was also a very religious person. After her husband died, she joined Clara's monastery in Stary Sącz, and she decided to spend the rest of her life in prayer. She was canonized by Pope John Paul II in 1999, and she is a patroness of salt miners who dedicated her the most beautiful chapel in this salt mine, and you will visit this chapel in about 40 minutes. One more thing, please have a look at the left side. In the corner you can see a salty stalactites, and miners call them salty spaghetti. Let's move on, please. Salty water which circulates here in these rock ones. Usually they are white, but sometimes they can be orange. It means that there is an iron compound inside. They have different shape and size. You have seen a salty stalactites, and this one miners called cauliflowers, because they are similar to popular white vegetables. And channels on the left side, which were used to collect the water. This is a presentation in the next chamber. Methane. This odorless and colorless gas, which is latent than air, gathers under the ceiling and becomes free as a result of mining excavations. Methane was particularly dangerous in old times because there were no efficient methods of ventilating the mine. What's more, oil lamps with open fire were used to light the mine. That's why. ഇങ്ങനെ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഇതിലൂടെ ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ മുമ്പിലൊക്കെ വേറെ ടീമുകളുണ്ട്. ഓരോ ടീമാണ് ഗൈഡഡ് ടൂർ പോലെ. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഗൈഡാണ് നമ്മുടെ കൂടെയുള്ളത്. അത് വേറെ ലാംഗ്വേജിലാണ്. ഇത് പണ്ട് ഇവിടെ താഴെ കാണുന്നത് എനിക്ക് പറഞ്ഞാൽ പണ്ട് ഇത് വലിച്ചുകൊണ്ട് പോയതാണ്. ഉപ്പിൻ്റെ ഒക്കെ ഇതെടുത്ത് കൊണ്ടുപോയ അതിൻ്റെ ട്രാക്കായി നിലത്ത് കാണുന്നതെന്ന് തോന്നുന്നു. അതെ, ഇതുപോലത്തെ ഇതിൽ ഉപ്പ് കല്ലുകൾ കയറ്റി കുതിര വെച്ച് വലിച്ചുകൊണ്ട് പോയതാണ്. കുതിര വെച്ചാണ് ഇവിടെ പണ്ട് സാൾട്ട് വലിച്ചുകൊണ്ട് പോയത്.
അതുപോലത്തെ സാധനങ്ങളിൽ എൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട്.